പൊളിച്ച അവസാനല്ലേ സോങ്ങിന്റെ. ഹായ്, എൻജോയ് ജയ്ക്കയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമൽ സാറിന്റെ ഇന്ത്യൻ മൂവിയിലെ നെക്സ്റ്റ് സോങ് ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആ ഒരു സീൻ കഴിഞ്ഞപ്പോ ഒരു സോങ്ങിന്റെ ഒരു വൈബ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ആഫ്റ്റർ ഫ്രീഡം അവരുടെ ആ ഒരു ആഘോഷം സംഭവങ്ങളാണ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചത്. ആ മുട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നേരെ ആ സോങ്ങിലിട്ട് പോകാം. അവിടെ എനിക്കൊന്ന് നമ്മൾ സുഗന്യ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കൊടിയൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ? ഇതൊന്നും കണ്ടില്ലേ? എവിടെ ഇന്നലെ ഉണ്ടായിരുന്നു ആ സീൻ? അല്ല, കൊടി കഴിഞ്ഞിട്ട് ആ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നേരെ ആ സോങ്ങിലിട്ട് പോകാം. അവിടെ കണ്ണ് നനഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കാണാൻ. ഞാൻ തുടങ്ങിയാലോ? ഇത് കണ്ടില്ല ഇന്നലെ? ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. എവിടെ ഇരിക്കുന്നു? ഈ സീൻ കാണിച്ചായിരുന്നു.
മഹേശ്വരാണല്ലേ. ഇത് മരടി വെക്കണം കാണിച്ചത് എല്ലാം കാണിച്ചത്. പല ഡ്രസ്സ് നമ്മളെ വസ്ത്രധാരണങ്ങളല്ലേ, ഡ്രസ്സുകൾ സ്റ്റൈല് ആറാറാണ്ട് കാണിച്ചില്ലേ. പൊളി പൊളി. സുകന്യായിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് അമ്മൂമ്മയാണെന്നുള്ള നമ്മളിങ്ങനെ അല്ലെ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ പറയുന്നുണ്ട് നെടുമുടിച്ചേട്ടൻ അവിടെ നിന്ന് പൊന്നെ, പക്ഷെ മനസ്സിലാവുന്നില്ല അവിടെ, ഒട്ടും മനസ്സിലാവുന്നില്ല. അതായത് നമ്മൾ വിചാരിച്ചു നോക്കിയത് ഏതുവരെ അമ്മൂമ്മ എന്താ പറയാ ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും റിസംബ്ലൻസ് വേണ്ടേ ആ ഒരു ക്യാരക്ടറായിട്ട്. ഇപ്പൊ നമ്മള് കമൽ സാർ നമുക്ക് മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് അല്ലെ, ആ ഒരു സംഭവങ്ങളൊക്കെ ഇവൻ എത്ര വേഷം മാറി വന്നാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ കണ്ണൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അതായത് മറ്റേ ഇതിനകത്ത് ദശാവതാരത്തിൽ ആ ഒരു ചൈനീസ് അതുപോലത്തെ ഒരു കണ്ണുപോലെയൊക്കെ വരുന്നില്ലേ, അപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സുകന്യ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു എന്താ പറയാ, ആ ഒരു ഓൾഡ് ലുക്കും ഈ ലുക്കും തമ്മിൽ എന്ത് വ്യത്യാസത്തിലാണ് ശരിക്കും വെച്ചിരിക്കുന്നത്. എനിക്കൊന്നും ഒരു സസ്പെൻസ് തന്നെയായിരുന്നു തോന്നുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം കാണിച്ചത് നമ്മളെ. പിന്നെ എടുത്തു പറയേണ്ട സോങ്, ഒരു രക്ഷയില്ലാത്ത ലിറിക്സ്. ആ ലിറിക്സിന്റെ ഇടയിൽ ആ ഒരു സ്റ്റോറിയും കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സോങ്ങിലുള്ള ഇമോഷൻസ്, ആ ഫീലിങ്സ് എല്ലാം പൊളിച്ചടുക്കിയ വിഷ്വലൈസേഷൻ. നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പലേറി പോയാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് റിയാക്ഷൻ ചെയ്യണം എന്നുള്ളത്. ഈ സോങ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എന്താ ലൈന്, കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാരും പറഞ്ഞില്ലേ കപ്പലിൽ കേട്ടിട്ട്, അതിനുശേഷം എന്താ പറയാ ഫുള്ള് പട്ടക്കൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ കമൽ സാറിന്റെ ആ ഒരു ക്യാരക്ടറും റിലീസായി തോന്നുന്നു. കാരണം ഒബിയസ്ലി അപ്പൊ വന്നു എന്റെ മോനെ ആ ഒരു മൊമെന്റ്, ആ ഒരു കല്യാണം കഴിച്ചു, ആ ഒരു കഥയാണ് ഇപ്പൊ നെടുമുടി ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും രസം എന്ന് പറയുന്ന ആ സോങ്ങിന്റെ അവസാനത്തെ വിഷ്വലൈസേഷൻ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ കൾച്ചറിലുള്ള എല്ലാ ഡ്രസ്സ് അല്ലെ, ആ ഒരു നമ്മളെ ഒരു ഡ്രസ്സസ് ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകിച്ച് കേരള ഡ്രസ്സും കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണിച്ചപ്പോലെ ഭയങ്കര രസം അല്ലെ. ആ ഒരു എൻഡിൽ നമ്മൾ അറിയില്ല, എൻഡിൽ നമുക്കൊരു പായസം കുടിക്കുന്ന ഒരു ഫീൽ ആണ് ശരിക്കും. ആ ഓരോ ട്രാൻസ്ഫോർമേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ കൾച്ചറും അവര് എടുത്ത് നമുക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല. നമുക്ക് കേരളം എന്താ പറയാ ഗുജറാത്തി അങ്ങനെയൊക്കെ നമുക്ക് എടുത്ത് പറയാം. പക്ഷെ കുറേ അധികം കാര്യങ്ങൾ നമുക്കറിയാം ആ ഒരു കൾച്ചറൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നത് അതും ആ ഒരു കാലഘട്ടത്തിലോ നന്നായിട്ടുണ്ട്. അത് ശരിക്കും അതിന്റെയൊക്കെ ഒരു പുതിയ സംഭവമാണ് RRR നമ്മൾ കണ്ട മറ്റേ എന്തായിരുന്നു ഏറ്റുകജണ്ട അല്ലെ, അതിന്റെ അകത്ത് കുറച്ച് കാണിക്കുന്നില്ലേ. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു പഴയ കാലം കൊണ്ട് നമ്മളെ ശങ്കർ സാർ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പൊളി. കാരണം നമ്മൾ ഈ ഒരു മൂവി അധികാരം റിയാക്ഷൻ അധികമൊന്നുമല്ല നമ്മൾ കണ്ടിട്ടില്ല ആരും റിയാക്ഷൻ ചെയ്തായിട്ട്.
അപ്പൊ ഈ ഒരു മൂവിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാർക്ക് അറിയും, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോ അറിയാൻ പറ്റുമായിരിക്കും. ആ സമയത്ത് വലിയ ഹിറ്റാണ്. കാരണം നമ്മൾ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാഷയുടെ ഒക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സിനിമയാണ്. ഒരുപാട് അവാർഡ്സ്, പ്രത്യേകിച്ച് നാഷണൽ അവാർഡിൽ കമൽ സാറിന് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പം എത്ര ആൾക്കാർക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യൻ 2 വരാൻ പോകുന്നത്. കാരണം ഇന്ത്യൻ 1ന്റെ ചർച്ച ഇങ്ങനെ കണ്ടിന്യൂ ആവും ആ പടം വരുന്നവരെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഒരു സീന് എന്താണെന്ന് അറിയില്ല. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്താണ്, പാസ്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ പ്രസന്റ് ആണോ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നല്ല വരുന്നതായിരിക്കും. ബൈ ബൈ.